സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം. ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന കാര്യം ഞാനൊരു റിയാലിറ്റി ഷോയിൽ വന്ന് സംസാരിച്ച സമയത്ത്, അതെ, അമൃത ടിവിയുടെ പാടാം നേടാം പണം നേടാം എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു ഞാൻ ഈ ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ശക്തിയാവാം എനിക്കിപ്പോഴും ഈ പാടാൻ സാധിക്കുന്നത്. നല്ല ഊർജ്ജമാണ് നമുക്ക്. നമുക്കൊരു ക്ഷീണമേ തോന്നില്ല. ഞാൻ എന്തിപ്പം ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തരുന്ന ഊർജ്ജം, മാനസികമായ ധൈര്യം ലളിതാ സഹസ്രനാമം. ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും സ്വന്തം ഒന്നുമല്ല. ഈ ലളിതാ സഹസ്രനാമം ഒരു മതത്തിന് ഒന്നും അവകാശപ്പെട്ടതല്ല. അത് പ്രകൃതിയെ വർണ്ണിക്കുന്നതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. നമ്മളീ കാണുന്ന പ്രപഞ്ചമാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സഹസ്രനാമങ്ങളും ചൊല്ലാം. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാ. നമ്മൾ ആത്മീയമായ ഒരു വഴിയിലേക്ക് തിരിയുവാണെങ്കിൽ നമ്മളെ എവിടെയും അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊരു ശക്തി എൻ്റെ പിന്നിൽ ഉണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഏത് മതമാണെന്നോ ഏത് ജാതിയാണെന്നോ അതൊന്നും വിഷയമല്ല. നമ്മൾ ഏതൊരു ശക്തിയെയാണോ നമ്മൾ ശരിക്കും സത്യം അറിഞ്ഞ് ആരാധിക്കുന്നത്, അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. സമൂഹമാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നത്. അപ്പം നമ്മളെപ്പോഴും സമൂഹത്തോട് കടപ്പാടുള്ളവരാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം. നമസ്കാരം. അമേസിംഗ് റേയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പലതവണ നിങ്ങൾ കണ്ടു കാണും. എല്ലാ വീഡിയോയിലും ഒരു ആധ്യാത്മിക ഉപദേശം എന്ന് പറയാൻ പറ്റില്ല, സന്ദേശങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തമ്പ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് ശ്രീ ആലീസ് ഉണ്ണികൃഷ്ണൻ. ചേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. ചേച്ചി നമസ്കാരം. ചേച്ചി ഇങ്ങനെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ചേച്ചി ഗാനമേള വേദികളിൽ നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യമായിരുന്നു. ചേച്ചിയുടെ പാട്ട് കേട്ട് ഫാനായ ഒരുപാട് പേര്, കൂട്ടത്തിൽ ഞാനും ഉണ്ട്. പഴയകാല പാട്ടുകളെല്ലാം നമുക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു വലിയൊരു ഭജൻ ഗ്രൂപ്പ്, ആത്മീയതയിലേക്ക് പെട്ടെന്നാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ചേച്ചി പെട്ടെന്നൊരു വൈബ്രൻ്റൽ സംഭവമായി മാറി. ഇപ്പോൾ ഒരു ഭജൻ ടീം ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഭജൻ ടീമുകളുണ്ട്, നന്ദഗോവിന്ദം അങ്ങനെയുള്ള ഭജനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ആധ്യാത്മിക വേദികളിൽ പ്രഭാഷണങ്ങളായിട്ട് പോകുന്നു. ഇപ്പോൾ ഭജൻ ടീമുമായിട്ട് പോവുകയാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഗാനമേളയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക്? കാരണം അതിനു മുമ്പ് കേരളക്കരയെ പ്രകമ്പനം കൊള്ളിച്ച സഹസ്രനാമത്തിൻ്റെ 4 വരി ചൊല്ലി തുടങ്ങിയാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും കാണുന്ന പ്രേക്ഷകർക്ക്. സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാ. ഇത് ചൊല്ലിക്കാൻ കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ചേച്ചിയെ കൊണ്ട് ഒരു പാട്ട് പോലും പാടിപ്പിച്ചില്ല. എന്തിന് ലളിതാ സഹസ്രനാമം പോലും എന്താണ് നിങ്ങൾ ചൊല്ലിക്കാത്ത? പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയിൽ നിന്ന് വന്നു, അപ്പോഴേ ഞാനതങ്ങ് വിട്ടുപോയതാണ്. എന്തായാലും ആ ഒരു പരാതി നമ്മൾ ഈ വീഡിയോയിൽ തീർക്കുകയാണ്. ചേച്ചിയുടെ ആ യാത്ര ഒന്ന് പറഞ്ഞാൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗാനമേള 52 വർഷം അങ്ങണ്ടാവുന്നു ഞാൻ ഈ ഗാനമേള ഫീൽഡിൽ വന്നിട്ട്. അപ്പം ഇന്നും ഞാൻ ഇന്നും ഗാനമേള ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അടുത്ത സമയത്ത് ട്രിവാൻഡ്രത്ത് വന്നു. ഗാനമേള മാത്രമല്ല, പിന്നണി ഗായിക കൂടിയാണ്. ചിത്രങ്ങളിൽ ഒരുപാട് ഗാനമേള ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ റിയാലിറ്റി ഷോ ഒക്കെ വന്ന സമയത്ത് ഞങ്ങളെ പോലെയൊക്കെയുള്ള ഈ പഴയ പാട്ടുകാർ, ഞാനൊക്കെ പഴയ ആളാണ്, അവരുടെ പ്രോഗ്രാമിന് ഒരു ചെറിയൊരു മങ്ങലയിൽ വന്ന സമയത്ത് ഞാൻ ശരിക്കും ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ട് ആധ്യാത്മികമായ ഒരു വഴിയിലേക്ക്, എനിക്കത് പണ്ടും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ കൊല്ലത്ത് താമസമായതിനു ശേഷം ഞാൻ ആദ്യം അമ്പലങ്ങളിൽ പോയി തുടങ്ങിയത് ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലാണ്. അവിടെ പോയിരുന്ന എൻ്റെ കണ്ണുനീരും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാനൊരിടം എൻ്റെ അമ്മ മാത്രമായിരുന്നു. അമ്മയുടെ നട,
ഞാൻ എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും പോലെ തന്നെ കാണുന്ന എൻ്റെ അമ്മയുടെ നടയിലിരുന്ന് പ്രാർത്ഥിച്ച് ഭാഗവതം വായിച്ച് രാമായണം വായിച്ച് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി ഒരു 18 വർഷം അങ്ങനെ പോയി. അപ്പോഴെനിക്ക് തോന്നി, എനിക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലൽ അല്ലെങ്കിൽ ആ ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലുന്ന ഒരാളെന്ന നിലയ്ക്ക് അതെൻ്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ശാരീരം, അതായത് എൻ്റെ സ്വരം, എൻ്റെ ശബ്ദം അത് നിലനിൽക്കാനും അന്ന് ഞാൻ പാടുന്ന അതേ ആ ഫോഴ്സിൽ തന്നെ അല്ലെങ്കിൽ അതേ ട്രെൻഡിൽ തന്നെ അല്ലെങ്കിൽ ആ എനർജിയോടുകൂടി ഇപ്പോഴും പാടാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ലളിതാ സഹസ്രനാമം ഞാൻ എന്നും ചൊല്ലുന്നത് കൊണ്ടാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ലളിതാ സഹസ്രനാമം ആക്ച്വലി ഒരു ശ്വസനക്രിയയുടെ ഒരു ഭാഗം തന്നെയാണ്. പണ്ടുള്ള ഋഷീശ്വരന്മാരത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് തന്നെ അവർ 40 മിനിറ്റ് നേരം ഇത് ചൊല്ലിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ഈ പ്രാണശക്തിയെ നല്ലോണം ജ്വലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യജ്ഞം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു 20-40 മിനിറ്റൊക്കെ ഒരു ശ്വസനക്രിയ ചെയ്യാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അതേസമയം ഒരു പാട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് ചെയ്തു തന്നെ ആവണം. മതത്തിന്റെ ഒരു രീതി വരുമ്പം ഇപ്പൊ ക്രിസ്ത്യൻസ് ഹിന്ദുക്കളല്ലാത്തവര് അവരെങ്ങനെ ലളിതാ സഹസ്രനാമം ചൊല്ലും എന്നൊരു ചോദ്യം ഉണ്ടായേക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയും സ്വന്തം ഒന്നുമല്ല. ഈ ലളിതാ സഹസ്രനാമം ഒരു മതത്തിന് ഒന്നും അവകാശപ്പെട്ടതല്ല. അത് പ്രകൃതിയെ വർണ്ണിക്കുന്നതാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. നമ്മളീ കാണുന്ന പ്രപഞ്ചമാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സഹസ്രനാമങ്ങളും ചൊല്ലാം. പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ആ ഒരു ശക്തി നമ്മളിൽ ഉണ്ടാകും. എന്തായാലും ചേച്ചി ആദ്യമായി ഈ വീഡിയോയിൽ ഇങ്ങനൊരു ഒരു ഒരു അനൗൺസ്മെന്റ് നടത്തി, അല്ലെങ്കിൽ ഇത് ഒരു മതത്തിന്റെ അല്ല, എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. അത് ഒരു വലിയ കാര്യം തന്നെയാണ് ചേച്ചി, അങ്ങനെ ഒരു കണ്ടെത്തലിന്. ഇപ്പം ഈ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇപ്പം പ്രഭാഷണങ്ങൾക്ക് പോയി തുടങ്ങി. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു യാത്ര? ഞാൻ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന കാര്യം ഞാനൊരു റിയാലിറ്റി ഷോയിൽ വന്ന് സംസാരിച്ച സമയത്ത്, അമൃത ടിവിയിലെ, അതെ, അമൃത ടിവിയുടെ പാടാം നേടാം പണം നേടാം എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോയിലെ വിന്നറായിരുന്നു ഞാൻ. അപ്പൊ ഇത് പറയുന്ന കണ്ടപ്പം നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകനായ MG ശ്രീകുമാർ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ്, എങ്ങനെയാണ് ഇപ്പൊ ഈ ശരീരം അല്ലെങ്കിൽ ഈ സ്വരം ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്നത് ചോദിച്ചപ്പം എന്നെ കൊണ്ട് പറയിപ്പിച്ചതാകാം. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആൻസർ പറയാൻ വേണ്ടി അല്ല, ഞാൻ പ്രിപ്പയർഡ് ആയിട്ടും അല്ല പോയത്. പക്ഷെ അങ്ങനെയാണ് എൻ്റെ നാവിൽ വന്നത്. ഞാൻ ഈ ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു ശക്തിയാവാം എനിക്കിപ്പോഴും ഈ പാടാൻ സാധിക്കുന്നത്. നല്ല ഊർജ്ജമാണ് നമുക്ക്. നമുക്കൊരു ക്ഷീണമേ തോന്നില്ല. ഞാൻ എന്തിപ്പം ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് തരുന്ന ഊർജ്ജം, മാനസികമായ ധൈര്യം ലളിതാ സഹസ്രനാമം. അപ്പം അത് പറഞ്ഞപ്പോൾ അത് വൈറലായ വീഡിയോ. അതിനുശേഷം എന്നെ ആദ്യം വിളിച്ചത് ചേർത്തലയിലുള്ള വിജീഷ് എന്ന് പറയുന്നൊരു ഒരു വ്യക്തിയാണ്. ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു എന്നെക്കാളും ഇളയാളാ വിജീഷ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാഡം ഇങ്ങനെ നമുക്കിവിടെ ഒരു പ്രഭാഷണം ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പം അന്ന് എനിക്ക് പ്രഭാഷണം എന്ന് പറയുന്ന കാര്യമേ ഭയങ്കര പേടിയാ. പക്ഷേ ഒരു ധൈര്യത്തിന് ബുക്കുകളൊക്കെ വായിച്ച് ഇതെല്ലാം കേട്ടൊക്കെ അറിഞ്ഞ നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതൊരു പ്രഭാഷണം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഇന്ന് ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു 100-100 ക്ഷേത്രങ്ങളിൽ ഞാനിപ്പം പ്രഭാഷണം ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ലളിതാ സഹസ്രനാമം പോലുള്ള ഒരു പില്ലർ നമ്മളെ കൂടെ ഉള്ളപ്പോൾ അത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. വലിയ പില്ലറാണ്. അതെ അല്ലേ? ആധ്യാത്മികത എന്ന് പറയുന്നത് അതാ. നമ്മൾ ആത്മീയമായ ഒരു വഴിയിലേക്ക് തിരിയുവാണെങ്കിൽ നമ്മളെ എവിടെയും അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊരു ശക്തി എൻ്റെ പിന്നിൽ ഉണ്ടാകും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ഏത് മതമാണെന്നോ ഏത് ജാതിയാണെന്നോ അതൊന്നും വിഷയമല്ല. നമ്മൾ ഏതൊരു ശക്തിയാണോ നമ്മൾ ശരിക്കും സത്യം അറിഞ്ഞ് ആരാധിക്കുന്നത്, അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും എപ്പോഴും. ഇപ്പം ചേച്ചി പറഞ്ഞപ്പോൾ ഒരു കാര്യം, പലരും നമ്മുടെ ഈ സനാതന ധർമ്മത്തിലെ വിശ്വാസങ്ങൾ പലതും അന്ധമാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യുമ്പോഴും ഇതിന്റെ ഉള്ളിലുള്ള ശാസ്ത്രീയത തേടാനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ചേച്ചിയുടെ ഈ ഇത്രയും കാലത്തൊരു പ്രവർത്തനത്തിൽ ചേച്ചിക്ക് തോന്നി എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഉള്ളിലുള്ള ശാസ്ത്രീയത തേടാൻ ആളുകൾക്ക് കഴിയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഈ സാധാരണ മനുഷ്യരാണ്. അവർക്കൊക്കെ എന്നും വായും വയറുമാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഓടുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തിനുള്ള വക തേടുക എന്നുള്ളതാണ്. അതിൻ്റെ നെട്ടോട്ടത്തിനിടയ്ക്ക് ഒരു പക്ഷേ ഈ ആധ്യാത്മിക കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളോ ഒന്നും
അതെന്താണെന്നും നമ്മൾ ആരാണെന്നും നമ്മളിലുള്ള ശക്തി എന്താണെന്നും ഈ പ്രകൃതി എന്താണെന്നും ഒക്കെ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിൽ അതിനുള്ള സമയം മിക്കവാർക്കും കിട്ടാറില്ല. അങ്ങനെ അതെല്ലാം കഴിയുന്ന എപ്പോഴാ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിയുമ്പം ഒരു റെസ്റ്റ് ആവുന്ന ഒരു സമയത്തൊക്കെയാണ് മിക്കവരും. അതായത് നമ്മളിപ്പോ പെൻഷനൊക്കെ ആയി, പിന്നെ വീട്ടിൽ നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ട് അവർ ചെറുമക്കളെ ആയതിനു ശേഷം മതി എന്നൊരു ചിന്തയാണോ ഇതിലെ സത്യത്തിലേക്ക് പോകാനൊരു, അല്ലെങ്കിൽ തിരിച്ചറിയാൻ? വാസ്തവത്തിൽ ഈശ്വരൻ എന്ന തത്വം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ ഇരിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. അതിന്റെ പ്രതിഫലനം തന്നെയാണ് നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്നതും. വാസ്തവത്തിൽ ഈ പ്രകൃതിയും മനുഷ്യനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ സങ്കല്പങ്ങളാണ്. ഈശ്വരൻ എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരും സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പമോ രൂപമോ ഒന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്നാണ് ഭാഗവതം പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രയും ആഴത്തിലല്ല, അത് ശരിക്കും അതിന്റെ ഒരു കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ ഇതാ പറഞ്ഞത്, എല്ലാവരും ഓട്ടപ്പാച്ചിലാണ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ജീവിതാനുഭവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ഈശ്വരനെ അന്വേഷിക്കും. സന്തോഷത്തിൻ്റെ അവസരത്തിൽ ഈശ്വരനെ അന്വേഷിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ സന്തോഷം വരുമ്പോഴും ഇത് എവിടെ നിന്നാണ് നമുക്കിത് തന്നത്, നമുക്ക് ഈ പ്രപഞ്ചം എങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ കരുതുന്നതെന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ചിന്ത നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ എല്ലാ മതക്കാരും അവരവരുടെ ഈശ്വരനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഈശ്വരനിൽ തന്നെയാണ് ആ വിളി എല്ലാം ചെന്നെത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇനി വിളിച്ചില്ലെങ്കിൽ പോലും പ്രകൃതി അവരെ സംരക്ഷിക്കുന്നില്ലേ? തീർച്ചയായും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമല്ല. പ്രകൃതി എല്ലാവരെയും സംരക്ഷിക്കുന്നു. ഇനി അതിനകത്ത് പ്രകൃതിയെ ഹനിക്കാതിരുന്നാൽ മതി. പ്രകൃതിയെ ഹനിക്കാതിരുന്നാൽ മതി. പ്രകൃതി എല്ലാവരെയും സംരക്ഷിക്കും. പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോടടുത്ത് നിൽക്കുക, പ്രകൃതിയെ അറിയുക, പ്രകൃതിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ അത് തിരിച്ചു തരും. ഈ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളെന്ന്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അവരിങ്ങോട്ട് വിളമ്പിത്തരും. നമ്മളെ പൂർവികര് ആദ്യം പ്രകൃതിയാണ് ആരാധിച്ചു പോരുന്നത്. തീർച്ചയായിട്ടും. അതെ, കല്ലിനെയും മരത്തിനെയും ജലത്തിനെയും വായുവിനെയും ആരാധിച്ചൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴോ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് എന്തുകൊണ്ടായിരിക്കും? പ്രകൃതിയിലുണ്ടായ ഭൂകമ്പം, കൊടുങ്കാറ്റ്, തീയ്, പിന്നെ അതുപോലെ ജലപ്രളയം, ഇതിനെയൊക്കെ ഭയന്നും ഒക്കെയാണ് പ്രകൃതിയിലുള്ള ആളുകൾ അതിനെ ആരാധിച്ചിരുന്നത്. അത് അങ്ങനെയാണ്. ആ ആരാധനകളിൽ അവരുടെ ശബ്ദങ്ങളും അവരുടെ ശ്വാസനിശ്വാസങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് വേദങ്ങളൊക്കെ ഉടലെടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രകൃതി തന്നെ തന്നതാണത്. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഇത് ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് തന്നതാണ് ഇതൊക്കെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളൊക്കെ ഒരു പക്ഷെ കാവ് സമ്പ്രദായങ്ങളുള്ളതാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ കാവായിരുന്നു, അതായത് മണ്ണിലൊരു എന്തെങ്കിലും ഒന്ന് വെച്ച് അവർക്ക് ആരാധിക്കാൻ ഒരു രൂപത്തെ വെച്ച് അവർ ആരാധിച്ചു പോകുന്ന ഒരു രീതിയിൽ നിന്നാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് സൗധങ്ങളൊക്കെ പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ വന്നതെന്നാണ് ഒരുപാട് ആചാര്യന്മാർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇന്ന് മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഈശ്വരനെ ആരാധിക്കുന്നത്, അല്ലേ? അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ക്ഷേത്രം, തൊട്ടടുത്തൊരു ക്ഷേത്രം, എവിടെ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട്. ആരാധിക്കാൻ ഒരു ക്ഷേത്രം വേണ്ട, സ്വന്തം വീട് പോലും ക്ഷേത്രമാക്കി ആരാധിക്കാവല്ലോ. തീർച്ചയായിട്ടും വലിയ വാക്കുകളാണ് ചേച്ചി ഇപ്പൊ പറഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ ചോദ്യത്തിന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ഭജൻ, ഇപ്പോൾ ഒരു ഭജൻ എല്ലാവരും ഒരു വിപ്ലവമായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം വേടൻ എന്നുള്ള ഒരു റാപ്പർ വന്നതിന് ശേഷം, വേടൻ വന്ന റാപ്പറിന് ശേഷം ആളുകളെല്ലാം വേടനിലേക്ക് പോയി. പക്ഷെ പിന്നെയും ഒരു സനാതന ധർമ്മത്തിന്റെ രീതിയിൽ ഭജന കേട്ടപ്പോൾ ആ അമ്പലപ്പറമ്പുകളെല്ലാം ഇപ്പോൾ ഭജനയ്ക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് ഞങ്ങളൊക്കെ ഭജന അവതരിപ്പിക്കുമ്പോൾ ഒരാളിനെ കിട്ടാനില്ല. നമുക്കൊരു വേദി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇടിച്ച് ചോദിച്ചൊക്കെയാണ് ഭജന വെച്ചുകൊണ്ടിരുന്നത്. ഞാനൊക്കെ അങ്ങനെ നടത്തിയ ഒരാളാണ്. എനിക്കൊരു ടീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതല്ല. ഇന്ന് കാലം മാറി. ഭജനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന ക്ഷേത്രങ്ങളും വിശ്വാസികളും കൊടുക്കുന്നത്. ചേച്ചി പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു വെച്ചാൽ, ഞാൻ ഈ ആധ്യാത്മികതയിലോട്ട് വന്ന സമയത്ത് ലളിതാ സഹസ്രനാമം ഉപാസിക്കുകയൊക്കെ ചെയ്യുന്ന സമയം, അങ്ങനെ ആ സമയത്ത് എനിക്ക് എൻ്റെ നാട്ടിൽ ഈ ഭരണിക്കാവിൽ, കൊല്ലം ഭരണിക്കാവ് എന്ന് പറയുന്ന ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത്, കോട്ടയം ആലീസ് എന്ന് പേരാണെങ്കിലും ഞാൻ കൊല്ലത്ത് അവിടെ എനിക്കൊരു 10-30 ഫാമിലിയിലുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നാൽ നമുക്കിതെല്ലാം ഒന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും
ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. ആ പറഞ്ഞു കൊടുത്തവരെ വെച്ച് ഞാൻ ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ലളിതാ സഹസ്രനാമം ചൊല്ലല്, സൗന്ദര്യലഹരി ചൊല്ലല്, നാരായണീയം ചൊല്ലല്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഒരു ഭജൻ ഗ്രൂപ്പ്, അന്നേരമാണ് ഈ ഭജൻ ഗ്രൂപ്പിന്റെ ഒരു സമയം ഇപ്പൊ വന്നത്. വാസ്തവത്തിലും ഈ നാട്ടിൽ നടക്കുന്ന ഈ അരാജകത്വം, അല്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികളൊക്കെ ഈ മയക്കുമരുന്നിന്റെയും ഒക്കെ പുറകെ പോകുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരത് എങ്ങനെ പ്രകടിപ്പിക്കാൻ അവർക്ക് അറിയത്തില്ല. കാരണം ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. ആരെങ്കിലും അതിനെതിനായിട്ട് സംസാരിച്ചാൽ ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്നൊരു പേടിയുണ്ട്. എല്ലാവരും ഉള്ളിന്റെ ഉള്ളിൽ ഈ വേദനകൾ അടക്കി ഇരിക്കുകയാണ്. അപ്പോൾ അമ്പലപ്പറമ്പുകളിലെ ശരിക്കും പറഞ്ഞാൽ ഗാനമേള പോലും ഇപ്പം ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് പരിപാടിയുടെ ഒരു പീക്ക് ലെവല് കഴിയുമ്പോൾ പോകുന്നത്. അപ്പൊ അതിങ്ങനെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതല്ലോ എന്ന് കണ്ടുകൊണ്ടായിരിക്കും അവർ. പക്ഷെ ഭഗവാന്റെ ഇതെല്ലാം ഈ പ്രകൃതി ചെയ്യുന്നതല്ലേ, എല്ലാം മനുഷ്യന് കൊടുക്കുന്നതെല്ലാം അവര് ശാന്തമാകാൻ വേണ്ടി, ശാന്തതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കും ഭജൻ ഗ്രൂപ്പിനെ കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ ഒരു ആവേശം ആ ഭജൻ ഗ്രൂപ്പിലേക്ക് ചെല്ലാനുള്ള, മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ട്, ഭഗവാനെ ഞങ്ങളുടെ നാടിനെ ഒന്ന് രക്ഷിക്കണമേ, ഞങ്ങളുടെ നാടിനോടൊരു കരുണ തോന്നണം, ഞങ്ങളുടെ കുട്ടികളെല്ലാം നന്നാവണം, ഞങ്ങളുടെ ആളുകളെല്ലാം ആത്മീയതയിൽ വളർന്നു വരണം, ഭഗവാനെ ഈശ്വരനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവരും പേടിക്കുന്നവരും ആവണമെന്നൊക്കെ എല്ലാ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു തേങ്ങലില്ലേ. അതിന്റെ ഫലമായിട്ടായിരിക്കാം ഇതിന് ഭയങ്കര ഒരു ആവേശം ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിൽ ഞാൻ നോക്കുമ്പം എൻ്റെ കൂടെ ഒരു 10-25 പേരുണ്ട്. അപ്പം അങ്ങനെ അവരെ വെച്ചിട്ട് ഒരു ഭജൻ ഗ്രൂപ്പ് ചെയ്താൽ എന്താ, അപ്പം ലീഡ് ചെയ്യാൻ ഒരു 3-4 നല്ല പാട്ടുകാരെ വേണം. അങ്ങനെയാണ് ഒരു 6 പാട്ടുകാരെ ഞാൻ ലീഡ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഞങ്ങൾ 6 പേര് ലീഡ് ചെയ്യും, ബാക്കി 25 പേര് ബാക്കിലിരുന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഭജൻ ഗ്രൂപ്പ് എല്ലാം ഓർക്കസ്ട്ര, ഫുൾ ഓർക്കസ്ട്ര എല്ലാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം വിഷ്വലൈസ് ചെയ്യപ്പെടണം ഓരോ പ്രോഗ്രാം. അതിനുവേണ്ടി LED വോള്, നമ്മൾ പാടുന്ന തീം അനുസരിച്ച് LED ഒരു സപ്പോർട്ടും എല്ലാം ഉണ്ട്, സിസ്റ്റം എല്ലാം ഉണ്ട്. എല്ലാം നമ്മുടെ ഒരു പെർഫെക്ഷൻ ആയിട്ടാണ്, ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആ ഭജന കേൾക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരുടെ അല്പം ശാന്തി ലഭിക്കുക. നമ്മൾ അവരെ എല്ലാരെയും കൂടി പാടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഗാനമേള കേൾക്കുമ്പോൾ തന്നെ അവര് കൂടെ പാടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം ഭജന എനിക്ക് തോന്നുന്നു ഇത്തിക്കൂടെ ഹൃദയങ്ങളിലേക്ക് അടുക്കുന്നു. ചേച്ചി ഇത്തിക്കൂടെ ഹൃദയത്തിലേക്ക്, പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് വന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ എപ്പിസോഡ് തീരുന്ന ഈ വേളയിൽ ഒരു ഭജൻ ഒരു 2 വരി പാടിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം ജാനകി വല്ലഭം. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം ജാനകി വല്ലഭം. ഇതൊക്കെ ഞങ്ങൾ പാടുന്ന പാട്ടുകളാണ്. അടിപൊളി. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പം ഡയറക്റ്റ് ഭജന കേൾക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം. അടുത്ത പ്രോഗ്രാം എവിടെയാണ്? ഇനി അടുത്ത പ്രോഗ്രാം കായംകുളത്തുണ്ട്. ഇന്ന് എനിക്ക് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഈ മാസം ഫുള്ളും പ്രഭാഷണവും ഭജൻസും ഒക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും ഈ ഒരു യാത്ര മുന്നോട്ട് തന്നെ പോട്ടെ. എല്ലാ ഭാവങ്ങളും ചേച്ചി. വളരെ സന്തോഷം. എനിക്ക് രാജേഷിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ ആദ്യത്തെ ഇന്റർവ്യൂ രാജേഷോട് വന്നു പറയുമ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള സമയമാണ്. അപ്പൊ ഇപ്പം രാജേഷും ഒരു നല്ല നിലയിൽ ഈ ചാനലൊക്കെ നല്ലോണം വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. രാജേഷിന്റെ വൈഫ് എൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, നല്ലൊരു കലാകാരിയാണ്, ചിന്നു സത്യ. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ കേരളം അറിയപ്പെടുന്ന ഒരു എന്താ പറയുന്നത് യൂട്യൂബറായി മാറാൻ എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കഷ്ടപ്പാടിൻ്റെ ഫലം എന്തായാലും ഈശ്വരൻ തരും ഒരിക്കൽ. നമ്മൾ ഇതിൻ്റെ പുറകെ ഇതിനെ വിടരുത്. നമ്മൾ ഈ പൂച്ചയൊക്കെ ഉണ്ടല്ലോ, പൂച്ച ഒരു എലിയെ കണ്ടു കഴിഞ്ഞാൽ അതൊരു മാളത്തിൽ കയറിയിരുന്ന ആ പൂച്ച അവിടെ ഇരിക്കും, അത് ഇറങ്ങി വരുന്നവരെ. അത്ര അഗ്രസീവായിട്ട് അതിൻ്റെ ആ റിസൾട്ടിന് വേണ്ടി ആ പൂച്ച ഇരിക്കും. എന്തുകൊണ്ടാ? പൂച്ചക്കറിയാനകത്ത് അവിടെ ഒരു എലി ഉണ്ടെന്നുള്ള ലക്ഷ്യം. അതുപോലാണ് രാജേഷ് ഇപ്പൊ നടക്കുന്നത്. ഇതിന്റെ ഒരു അറ്റം കണ്ടിട്ടേ ഞാൻ പോകൂ. കാരണം എനിക്കറിയാം ഞാനൊരു സ്ഥാനത്തെ വിട്ടിട്ടുണ്ട്, അത് തിരിച്ചു വരുന്നവരെ ആ ഒരു അഗ്രസീവ്നെസ് എപ്പോഴും ഉണ്ടാവണം. ചേച്ചിയെപ്പോലുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് ഞങ്ങൾ മുന്നോട്ട്, ഈ വാക്കുകൾ തന്നെയാണ് ഞങ്ങൾക്ക് പ്രചോദനം. ഇത് എത്ര ഫെയിലിയർ ആയാലും ഒരിക്കലും അത് വിഷമിക്കുകയേ ചെയ്യരുത്. കാരണം അന്നവും വസ്ത്രവും പോലെ ഈ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എവിടെ പോയി ആരെ കണ്ടത് എടുക്കുന്നു എന്നുള്ളതാണ്. അത് തെരഞ്ഞു പിടിച്ച് വേണം കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുക. ഒരിക്കലും ഒരു
നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകരുത്. കാരണം ഇന്ന് നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കുന്ന ആളുകളാണ് കൂടുതലും. അത് നല്ലൊരു തമ്പിട്ടാൽ പോലും ചേച്ചി ചില സമയത്ത് ആൾക്കാർ എടുക്കാറില്ല. അതിനകത്ത് ഉള്ളിലുള്ള പോയിന്റ് നല്ലതായിരിക്കും, പക്ഷെ ആ തമ്പിലൊരു നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് മാത്രം പല വീഡിയോകളും ഓടാതെ പോയിട്ടുണ്ട്. അതൊരു വിഷമമുണ്ട് എനിക്ക്. എന്നെയും രാജേഷിനെയൊക്കെ നിലനിർത്തുന്നത് ഈ സമൂഹമാണ്, നമ്മുടെ പ്രതിബദ്ധത. നമുക്ക് അവരോട് മാത്രമേ ഉള്ളൂ. സമൂഹമാണ് നമ്മളെ ഓരോരുത്തരെയും വളർത്തുന്നത്. അപ്പൊ നമ്മളെപ്പോഴും സമൂഹത്തോട് കടപ്പാടുള്ളവരാണ് കലാകാരന്മാരെന്ന് പറയുന്നത്. അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. തീർച്ചയായും എന്നും നമ്മുടെ ജീവിതം അവരോട് കടപ്പെട്ടിരിക്കുന്നു.